MICP പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനുണ്ടാക്കിയ 2 കുട്ടിക്കാളകളെ കുറിച്ചാണ്. ഇതിലെ ചെറിയ കാള മൾട്ടി വുഡ് കൊണ്ടും, അതേപോലെ ഇപ്പോൾ കാണുന്ന വലിയ കാള മഞ്ഞയും ചുവപ്പൊക്കെ നിറമുള്ള ആ കാള തെർമോക്കോൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തൊട്ടപ്പുറത്തിരിക്കണ കാളത്തലകൾ, അത് ഏകദേശം ഒരു 1.25 അടിയോളം വലുപ്പമുള്ള കാളത്തലകൾ, അത് നമ്മുടെ കതിരവൻ ഉണ്ണിയേട്ടല്ലേ, കതിരവൻ വീരമംഗലം ഉണ്ണിയേട്ടല്ലേ എന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഞാനുണ്ടാക്കിയ 2 കാളകളും ഫിനിഷിങ് കഴിഞ്ഞിട്ടൊന്നുമില്ല. അതിൽ കുറച്ചുകൂടി പണികൾ ചെയ്യാനുണ്ട്. തലയിൽ ഉടലിലൊക്കെ പുട്ടി ഇടാനുണ്ട്, മൊത്തത്തിൽ സ്മൂത്താക്കാനുണ്ട്. അതേപോലെ ലൈറ്റ് ഫിറ്റ് ചെയ്യാനുണ്ട്. ആർച്ചിലും പണ്ടങ്ങളിലും ഫ്രെയിമിലും എല്ലാം മൊത്തത്തിലൊന്നും ഫിനിഷിങ് ആക്കാനുണ്ട്. കൊമ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അതേപോലെ തെണ്ടിയൊക്കെ ഒന്ന് സ്മൂത്താക്കാനുണ്ട്. ഒക്കെ ഇപ്പം കാണുന്ന മറ്റേ മഞ്ഞ അതേപോലെ ചുവപ്പ് നിറങ്ങളിലുള്ള കാള തെർമോക്കോൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത് കാര്യമായിട്ട് പണിയൊന്നും എടുത്തിട്ടില്ല. മടിയനായതുകൊണ്ട് തന്നെ അതിൻ്റെ ഫിനിഷിങ് അതൊക്കെ പിന്നെ നീക്കി വെച്ചിരിക്കണം. നമ്മൾ രാത്രി സമയത്താണ് കൂടുതൽ ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഉറക്കമൊക്കെ ഒരു വിഷയമാണ്. എന്തായാലും ഒന്ന് റെഡിയാക്കി കൊടുക്കണം. ഇതിലെ തെർമോക്കോൾ ഉണ്ടാക്കിയ കാള ഏകദേശം ഒരു 1/2 കിലോ 1 കിലോനടുത്ത് ഏകദേശം ഉണ്ടാവും. 3/4 കിലോ 1 കിലോനടുത്തുണ്ടായിരിക്കും. മൾട്ടി കൊണ്ട് ഉണ്ടാക്കിയൊരു കാള ഒരു 4 കിലോനടുത്തുണ്ടായിരിക്കും. നല്ല മുറുക്കുള്ള കാളയാണ്, ചെറിയ മൾട്ടി കൊണ്ട് ഉണ്ടാക്കിയ കാള. അത് തല ഇങ്ങനെ ഇളകാവുന്ന രീതിയിലുള്ള സംഗതിയാണ്. അതിൽ കുറച്ചുകൂടി പണിയൊക്കെ ഉണ്ട്. തല ആട്ടാവുന്ന രീതിയിലൊക്കെ ആക്കിയെടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതേപോലെ ഉടലൊക്കെ നല്ല മുറുക്കത്തിൽ നല്ല ഫ്ലക്സ് ഒട്ടിക്കണ വശയും കൊണ്ടൊക്കെ വെച്ചതാണ്. മൾട്ടിയുടെ 6mm ഷീറ്റ് കൊണ്ടാണ് മൊത്തം പണിയിട്ടുള്ളത്. തെണ്ടി ഒഴികെയുള്ള എല്ലാ മൾട്ടിയുടെ 6mm അതുകൊണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത പ്ലാന് കുറച്ചുകൂടി വലിയ ഒരു കാളേനെ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ കാവിലേക്ക് കൊണ്ടാവുന്ന രീതിയിലുള്ള വലിയ ഒരു ഏറ്റി കളിപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരു കാള ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കുന്നത്. അടുത്ത പ്ലാൻ അതാണ്. ഒരു ഡിസംബറൊക്കെ എൻ്റെ അവസ്ഥ നോക്കിയിട്ട് അതിൽ ചെയ്യുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കാളയിടക്ക് ഭയങ്കര താല്പര്യമുള്ള കുഞ്ഞിപ്പെണ്ണും അതേപോലെ കുഞ്ഞി ചെക്കന്മാരെയാണ് ഈ വീഡിയോയിലുള്ളത്. കാള ഉണ്ടാക്കണതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലാണ്ട് നമ്മളൊരു ഏകദേശം ഒരു കണ്ണളവിൽ ഉണ്ടാക്കിയതാണ്. മെഷർമെൻ്റ് ഒന്നും കറക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഏകദേശം വെച്ചപ്പോൾ അത് വലിയ കുഴപ്പമില്ലാത്തൊരു രീതിയിൽ ആയിട്ടുണ്ട്. ഈ തെർമോക്കോളിൻ്റെ ആ തെർമോക്കോൾ ഉണ്ടാക്കിയ കാളയിൽ ആ കൊമ്പ് ഉണ്ടാക്കിയത് അത് നമ്മൾ ഫിനിഷിങ് ആക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല. അത് തെർമോക്കോൾ കൊണ്ട് ഉണ്ടാക്കിയത്. അതിൽ ക്ലേ ആണ്, വെള്ള ക്ലേ ആണ് വെച്ചിട്ടുള്ളത്. ഉണങ്ങൊന്നുമില്ല, അത് അങ്ങനെ തന്നെയാണ് അവസ്ഥ. അപ്പോൾ അത് ഏകദേശം ഒരു കോലായപ്പോൾ ഞാൻ തൽക്കാലം അവിടെ നിർത്തി വെച്ചിറക്കിയിരുന്നു. പിന്നെയാണ് മൾട്ടിയിൽ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അതിനിടയ്ക്ക് പോത്ത് വരുന്നുണ്ടായിരുന്നു, പശു വരുന്നുണ്ടായിരുന്നു, ഒരു പോത്തൊക്കെ വരുന്നുണ്ടായിരുന്നു. അവിടെ ഒരു പോത്ത് വന്നിട്ട് എത്തിയൊക്കെ സംഭവമുണ്ട്. ഈ ആർച്ച് നമ്മൾ ഈ തെർമോക്കോളല്ല മൾട്ടി കൊണ്ട് ഉണ്ടാക്കിയ കാളയിൽ ആർച്ച് നമ്മുടെ ഫ്രെയിമിനോട് ചേർത്തുള്ള വിജാഗിരി വെച്ചിട്ടാണ്. ഇനി നമ്മൾ
ഈ പണ്ടത്തിൻ്റെ 2 സൈഡ് നമ്മളവിടെ കട്ട് ചെയ്യും, അതേപോലെ ആർച്ചിൻ്റെ അവിടെ കട്ട് ചെയ്യും. അത് മടക്കി വെക്കാവുന്ന രീതിയിൽ നല്ല രീതിയിൽ പണിയെടുക്കാനുള്ളത്. ഇത് മൾട്ടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളത് ഫ്ലക്സ് ഒട്ടിക്കണ പശ കൊണ്ട് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചെത്തിയെടുക്കാനൊക്കെ ഭയങ്കര പാടാണ്. അത് പിരിവിരുന്ന ഒരു അവസ്ഥയ്ക്ക് വരും, കയ്യൊക്കെ കുറച്ച് ഹാർഡായ രീതിയിലൊക്കെ ഉണ്ടായിരിക്കും. ഫ്ലക്സിൻ്റെ പശ നമ്മൾ ശ്വസിക്കുമ്പോഴുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഉടലൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട്, കുട്ടിയിട്ട് റെഡിയാക്കി അടിച്ച് റെഡിയാക്കിയിട്ടൊക്കെ എടുക്കണം. കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഗുണ്ടു ഉടലാക്കി എടുക്കണമെന്നുണ്ട്. അതേപോലെ കാലിൻ്റെ അവിടെ കട്ട് ചെയ്തെടുത്തിട്ടില്ല, കാലുകൾക്കിടയിലുള്ള ഗ്യാപ്പ് ഉണ്ട്, അതൊന്നും കട്ട് ചെയ്തെടുത്തിട്ടില്ല.